ഹലോ, നമസ്കാരം. ഫോർഡിൻ്റെ മൺസൂൺ ക്യാമ്പിൽ നമ്മൾ വണ്ടി കൊടുത്തായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊരു അപ്ഡേറ്റ് ആണ് ഈ വീഡിയോ. അപ്പോൾ ഫോർഡിൻ്റെ മൺസൂൺ ക്യാമ്പ് എല്ലാ വർഷവും തന്നെ കാണാറുണ്ട്. മൺസൂൺ സമയത്ത്, അതായത് ജൂൺ ജൂലൈ ആ സമയത്താണ് അവരത് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് 2 തവണയെങ്കിലും വെച്ച് ഓരോ വർഷവും ഇടാറുണ്ട്. ഇത്തവണ എനിക്ക് തോന്നുന്നു ജൂൺ ആദ്യവും പിന്നെ അവസാനം ജൂലൈ അവസാനം ഓഗസ്റ്റ് ആദ്യമായിരുന്നു. അപ്പോൾ ഈ രണ്ടാമത്തെ ആ ബാച്ചിലാണ് നമ്മൾ വണ്ടി കൊടുത്തത്. ഏകദേശം ഒരാഴ്ചയോളം ഉണ്ടാവും അത്. അപ്പോൾ ആ സമയത്ത് മൺസൂൺ ക്യാമ്പിൽ നമ്മൾ വണ്ടി കൊടുക്കുകയാണെങ്കിൽ ആ സമയത്ത് അവരുടെ ചില പാർട്സിലൊക്കെ ചെറിയ ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ട്. അതൊക്കെ അവർ സാറിന് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ പബ്ലിഷ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഈ ഏജൻസിയിൽ നിന്ന് തന്നെ, സർവീസ് സെൻറ്ററിൽ നിന്ന് തന്നെ അവർ നമുക്ക് വാട്സാപ്പിലൊക്കെ ഇട്ട് തരാറുണ്ട്. അപ്പോൾ പൊതുവേ പാർട്സിനൊക്കെ ഒരു 10% ഓഫ്, പിന്നെ വൈപ്പറിന് 50% ഓഫ്. പിന്നെ അവർ ഈ മൺസൂണിൽ നമ്മൾ വണ്ടി ഓടിക്കുന്നതിനായ കുറച്ച് ചെക്കൊക്കെ ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെ ഈ പാർട്സിനുള്ള ഡിസ്കൗണ്ട് 5 വർഷത്തിന് കൂടുതലുള്ള വണ്ടിയാണെങ്കിൽ അതിന് ഒരു അഡീഷണൽ 10% ഡിസ്കൗണ്ടും കൂടെ വരും. അപ്പോൾ വൈപ്പറൊക്കെ നമ്മൾ മേടിക്കുകയാണെങ്കിൽ വൈപ്പറിന് ഓൾറെഡി 50% ഉണ്ട്. അപ്പോൾ അതിൻ്റെ മേളിൽ ഒരു 10% കിട്ടും, 60%. പിന്നെ അതിൻ്റെ കൂടെ ഒരു വാഷും ഫ്രീ ആണ്. അപ്പോൾ ഇതൊക്കെ കണക്കൂട്ടിയാണ് ഞാൻ ആ സമയത്ത് കൊടുത്തത്. അപ്പോൾ എൻ്റെ സർവീസ് ജനുവരി ഫെബ്രുവരിയിലോ മറ്റാണ് ഞാൻ ചെയ്തത്. അപ്പോൾ സർവീസിൻ്റെ ടൈം ആയില്ല. സർവീസിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെനിഫിറ്റ്. അപ്പോൾ നമ്മൾ 2 തവണ അതിനുവേണ്ടി നടക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പാർട്സ് ഒക്കെ മാറണമെങ്കിൽ അതിനും നമുക്ക് ഈ പറഞ്ഞ ഡിസ്കൗണ്ട് കിട്ടും. ഓയിൽ ഫിൽറ്ററിനൊക്കെ എന്തോ ഡിസ്കൗണ്ട് ഉണ്ട്. ഓയിൽ ഫിൽറ്ററിന് 50% ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്തവണ വണ്ടി കൊടുത്തപ്പോൾ എനിക്ക് കംപ്ലൈൻ്റ് ഒന്നും പറയാനില്ലായിരുന്നു. ജസ്റ്റ് അവർ ആ മൺസൂണിൻ്റെ ചെക്കപ്പ് ഒന്ന് ചെയ്തിട്ട് വണ്ടി വാഷും ഉണ്ടല്ലോ, വാഷ് ഒരു ഫ്രീ വാഷ് ഉണ്ട് അതിൻ്റെ കൂടെ. അപ്പോൾ വാഷും ചെയ്ത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ കൊടുത്തത്. പിന്നെ ആ കൂടെ ഞാൻ ഒരു ചെറിയ കംപ്ലൈൻറ്റ് പറഞ്ഞത്, നമ്മുടെ കീ ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സിംഗിൾ ബീപ്പ് വരുന്ന ഒരു ഫീച്ചറുണ്ട്. അപ്പോൾ അത് ഇതിലിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അതൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതല്ലാതെ വേറെ ഇഷ്യൂസൊന്നും നമ്മൾ പറഞ്ഞില്ല. അപ്പോൾ എന്നിട്ട് അവർ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ വണ്ടി കിട്ടും കേട്ടോ, അധികം സമയം എടുക്കില്ല. വണ്ടി കൊടുത്തത് ഇവിടെ ബാംഗ്ലൂരാണ്. അപ്പോൾ ഇവിടെ പൊതുവെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഫ്രീ ആണ്. നാട്ടിൽ അതിനെന്തോ ഒരു ചാർജ് ചെയ്തു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അധികം ഞാൻ ചെയ്തിട്ടില്ല. ഒരു തവണ എന്തോ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് എടുത്തിട്ടില്ല. അല്ലാത്തപ്പോൾ എല്ലാ തവണയും നാട്ടിൽ നമ്മൾ തന്നെ വണ്ടി കൊടുക്കുകയാണ് ചെയ്യാറ്. രാവിലെ വരാൻ പറഞ്ഞു. അപ്പോൾ 9 മണിക്ക് പകൽ വന്നു. അപ്പോൾ പിന്നെ വന്നു കഴിയുമ്പോൾ തന്നെ എല്ലാ സൈഡും ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ അവർ പോകുള്ളൂ. സ്ക്രാച്ചൊക്കെ എല്ലാം നോട്ട് ചെയ്ത്, പിന്നെ കിലോമീറ്റർ നോട്ട് ചെയ്യുന്നു. അതെല്ലാം ചെയ്തിട്ട് അവരെടുത്തുകൊണ്ട് പോകും. എന്നിട്ട് വണ്ടി കിട്ടിയെന്ന് പറഞ്ഞ് ടെക്നീഷ്യൻ വിളിച്ചു. എന്നിട്ട് വേറെ എന്തെങ്കിലും ചെക്ക് ചെയ്യണോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കീയുടെ വിഷയം മാത്രമേ പറഞ്ഞുള്ളൂ. തിരക്ക് കൂടുതലാണ്. ഈ പറഞ്ഞ ഓഫർ ഉള്ളതുകൊണ്ട് ആൾക്കാരെല്ലാവരും വണ്ടി കൊടുക്കുകയാണ്. അതുകൊണ്ട് ഇച്ചിരി ടഫായിരിക്കും അന്ന് തന്നെ കിട്ടാനൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ സർവീസ് വേണ്ട, ഈ ചെക്കപ്പ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് പുള്ളി നോക്കാമെന്നും പറഞ്ഞ് അന്ന് തന്നെ തരാൻ നോക്കാമെന്നൊക്കെ പറഞ്ഞ് പുള്ളി വെച്ചിട്ട് പോയി. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ വൈപ്പർ ഒന്ന് മാറാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ വൈപ്പർ നമ്മൾ മാറുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ 50% ഓഫ് വൈപ്പറിനുണ്ട്. പിന്നെ 5 വർഷത്തിന് മുകളിലുള്ള വണ്ടി ആയതുകൊണ്ട് 10% അഡീഷണൽ കൂടി 60% നമുക്ക് കിട്ടും. അപ്പോൾ ഏകദേശം ഒരു 200 രൂപയ്ക്ക് നമ്മുടെ ഫ്രണ്ടിലെ 2 വൈപ്പറും കൂടെ മാറി വരും. അപ്പോൾ ഫോർഡിൻ്റെ തന്നെ അവരുടെ ഇപ്പോൾ ഒരു മോട്ടോർ ക്രാഫ്റ്റ് എന്നും പറഞ്ഞൊരു ബ്രാൻഡാണ് അവർ ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ബ്രാൻഡിൻ്റെയാണ് ഈ പറഞ്ഞ വൈപ്പർ നമുക്ക് കിട്ടണത്. കഴിഞ്ഞ തവണയും ഈ പറഞ്ഞ മൺസൂൺ ചെക്കപ്പിന് നിന്നപ്പോൾ ഞാൻ വൈപ്പർ മാറ്റി വിട്ടായിരുന്നു. അപ്പോൾ ഇത് പണിയെല്ലാം കഴിഞ്ഞിട്ട് അധികം പരിപാടി ഇല്ലല്ലോ, വാഷിന് മാത്രമേ അധികം സമയം എടുക്കുകയുള്ളൂ അതിനകത്ത്. ബാക്കിയെല്ലാം ചെക്കപ്പാണല്ലോ. അവർ കീയുടെ സംഗതി ചെക്ക് ചെയ്തു. എന്നിട്ട് വൈകിട്ട് വണ്ടി കൊണ്ടു തന്നു. അപ്പോൾ പുള്ളി എന്നിട്ട് പറഞ്ഞു കീ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുഴപ്പമൊന്നും കണ്ടില്ല, അവർ ബാക്കി വണ്ടി എല്ലാം നോക്കിയിട്ടും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ വന്നിട്ട് നോക്കിയിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ശരിക്കുമല്ല, കീക്ക് അപ്പോഴും സ്റ്റിൽ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അവരത് എങ്ങനെ മറ്റേ വണ്ടി ചെക്ക് ചെയ്യുന്നറിയില്ല അത്. എന്നിട്ട് പിന്നീട് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു എന്നാൽ പിന്നെ വേറെ ദിവസം വണ്ടി കൊണ്ട് നോക്കാമെന്ന് പറഞ്ഞായിരുന്നു. അതിൽ പിന്നെ കൊണ്ടുപോകാൻ പറ്റിയില്ല. വൈപ്പർ മാറിയിട്ട് വന്നു. വൈപ്പറിന് ഏകദേശം 220 രൂപയോ അങ്ങനെ എന്തോ ആണ് ആയത് ഡിസ്കൗണ്ടൊക്കെ കഴിഞ്ഞിട്ട്. പക്ഷേ ഇത്തവണ വൈപ്പർ മാറിയാൽ അവർ ലേബറും കൂടെ ചാർജ് ചെയ്തു. ലേബറിനും എന്തോ ഡിസ്കൗണ്ട് ഉണ്ട്, 10% ആണെന്ന് ലേബറിന് ഡിസ്കൗണ്ട്. 10+10 അങ്ങനെ 20% എന്തോ ലേബറിന് ഡിസ്കൗണ്ട് ഉണ്ട്. പക്ഷേ നമുക്കത് മുതലില്ല. വൈപ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ മാറാവുന്ന നിസ്സാര കേസേ ഉള്ളൂ. അപ്പോൾ വൈപ്പർ മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ വൈപ്പർ മാത്രമായിട്ട് മേടിക്കുന്നതായിരിക്കും നല്ലത്. അവരോട് മാറിയിടണ്ട, ലേബർ വേണ്ട എന്നുള്ള കാര്യം സെപ്പറേറ്റ് പറയണം. കഴിഞ്ഞ തവണ ഞാൻ നാട്ടിൽ നിന്ന് ചെയ്തപ്പം അങ്ങനെ പറയേണ്ടി വന്നില്ല. അവരെനിക്ക് വൈപ്പർ എടുത്ത് തന്നേ ഉള്ളൂ, അതിനകത്ത് ലേബർ അടിച്ചില്ല. അപ്പോൾ ഞാൻ ഇവിടെ അങ്ങനെ ആയിരിക്കും വിചാരിച്ചാണ് വൈപ്പർ മാറിയേക്കാൻ പറഞ്ഞത്. പക്ഷെ ഇവിടെ ലേബർ അടിച്ചു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് പറയാതെ നമ്മൾ തന്നെ അങ്ങ് മാറിയിടുന്നതായിരിക്കും നമുക്ക് മെച്ചം. പിന്നെ വാഷ് നല്ല ഡീസൻ്റായിട്ട് വാഷ് തന്നിട്ടുണ്ടായിരുന്നു. അടിപൊളി. നാട്ടിലേക്കാളും നല്ല ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ വാഷ് കഴിഞ്ഞ് കിട്ടും. വണ്ടി മൊത്തം പെർഫ്യൂമൊക്കെ അടിച്ച് നല്ലൊരു ഫ്രഷ് ഫീലാണ്. അത് നല്ലതാണ്. ഫുൾ മാർക്സ് കൊടുക്കാം ഇവിടുത്തെ വാഷിന്. അപ്പോൾ അത്രയാണ് ആ ചെക്കപ്പിലുണ്ടായിരുന്നത്. ഇനി എക്സ്പെൻസിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 600 രൂപയായി. അത് വൈപ്പറും അതിൻ്റെ ലേബറോട് കൂടിയാണ് അത്രയായത്. അപ്പോൾ വൈപ്പർ മാത്രം മേടിച്ചാൽ അത്രയും വരില്ല, നമുക്കൊരു 200, 220 അങ്ങനെ എന്തോ റേറ്റിൽ നിൽക്കും. അപ്പോൾ നിങ്ങളുടെ ഫോർഡ് വണ്ടിയുടെ സർവീസ് ഏകദേശം ഈ മൺസൂൺ സമയത്ത്, ജൂൺ ജൂലൈ സമയത്താണെങ്കിൽ ഇവരുടെ ഈ ഡേറ്റ്സ് നോക്കിയിട്ട് ആ സമയത്ത് കൊടുക്കുന്നത് നല്ലൊരു ഐഡിയ ആയിരിക്കും. ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ തന്നെ ആ സമയത്ത് കൊണ്ടുപോയി കൊടുക്കാം. അപ്പോൾ ഒരു ചെക്കപ്പും ഒരു ഫ്രീ വാഷൊക്കെ കിട്ടും. അത് ചെയ്യാം.
പിന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നവംബർ അവസാനം ഒരു സർവീസ് ക്യാമ്പ് എന്നും പറഞ്ഞ് വീണ്ടും കണ്ടായിരുന്നു. അതിൽ ചെറിയ ഡിസ്കൗണ്ടൊക്കെ ആയിട്ട് അതിൻ്റെ പോസ്റ്റർ കണ്ടുകൊണ്ട് ഞാൻ കൊടുത്തേക്കാം. പക്ഷേ അതിൻ്റെ ഡേറ്റ്സ് ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ വീണ്ടും അത് കൂട്ട് മറ്റേ മൺസൂൺ ക്യാമ്പ് വരുന്ന പോലെ തന്നെ 2 തവണ അത് വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡിസംബറിലൊന്നോടെ കാണും. അങ്ങനെയാണെങ്കിൽ നമുക്കതും യൂസ് ചെയ്യാം. അല്ലെങ്കിൽ അടുത്ത വർഷം ഏകദേശം ഇതേ സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ജൂൺ ജൂലൈയിൽ ഈ പറഞ്ഞ മൺസൂൺ ക്യാമ്പ്, ഈ സമയത്ത് സർവീസ് ക്യാമ്പ്, നവംബർ സമയത്ത് സർവീസ് ക്യാമ്പ്. അപ്പോൾ അത്രയൊക്കെയാണ് അവരുടെ ഈ മൺസൂൺ ക്യാമ്പിൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ ഇതേപോലെ മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.